അത് ഇന്ന് മുന്നണി ചർച്ച ചെയ്ത് CPI സമ്മതിക്കുമ്പോൾ അവരേതും അവസാനം സമ്മതിക്കുന്ന സ്വഭാവമാണ്. അല്ലെങ്കിൽ പിണറായി വരെ അത് പാസ്സാക്കി പോയെന്ന് പറയുമ്പോൾ പിന്നെ മിണ്ടായിരുന്നുള്ളൂ. അത്രയുള്ള അതിനകത്ത് കാര്യം, അത്രയുള്ള പ്രസക്തി അവർക്കുള്ളൂ. അത് സ്ഥാനം നഷ്ടപ്പെടുന്നില്ല. അവർ പറയുന്നതെല്ലാം അതിനകത്ത് നടക്കാറില്ലല്ലോ. ഇതിപ്പം നിങ്ങൾ കണ്ടില്ലേ, അനുവദിക്കലെന്നൊക്കെ പറഞ്ഞിട്ട് പിണറായിയുടെ ഓഫീസിൽ വെച്ച് കൂടിയിട്ട് അതൊക്കെ പാസ്സാക്കിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും വേണ്ടിയാണ്. കാരണം ഒന്നാമത് തന്നെ മൗനം വിദ്വാനുഭൂഷണം, അതാണ് CPIക്ക് നല്ലത്. കാരണം ഭൂരിപക്ഷം ആളുകൾ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയല്ലേ നല്ലത്. ഇടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്ത് ഗുണം? മാണി വരെ എൻ്റെ കൂടെയാണെന്ന് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കണ്ടു. അപ്പൊ ഇദ്ദേഹം ഒറ്റയ്ക്ക് മാറി നിന്നിട്ട് എന്ത് ഇമേജ്? അന്ന് ഞാൻ ചെയ്യൂടെ, സാമ്പത്തിക സംവരണത്തിന് വിരോധരല്ലേ, എന്ത് ചുക്കിയാനത്തോർത്ത് സാമുദായിക സംവരണക്കാരെല്ലാം ഒന്നിച്ച് അതല്ലേ പാടക്കണത്. ഈ സാമ്പത്തിക സംവരണം പറഞ്ഞ ഇവർക്ക് എന്ത് ചെയ്യാനത്തോട്ടുണ്ട്? ഇങ്ങനെ പ്രായോഗികമല്ലാത്ത, ആരും അംഗീകരിക്കപ്പെടാത്ത കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അന്തരീക്ഷം മലിനീകരണപ്പെടുത്താനും ഇടതുപക്ഷത്തിന്റെ ശക്തിയും അതിന്റെ കൂട്ടായ്മയ്ക്ക് ഇമേജ് കുറയ്ക്കാനും അല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഭരണം താഴ്ത്തുകയല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്നത് മാറ്റി ഈ പറയുന്നത് നടപ്പിലാക്കാനുള്ള ശക്തി തന്നെ കാണിക്കുക. അത് കാണിക്കുന്നുമില്ല. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കല്ലേ നല്ലത്. മാനാടം നോക്കി നിൽക്കുന്നു.